ഓനായില്ലേ. അപ്പൊ ഞാനെങ്ങനെ ഇതിൽ പോവാ. ബാഗ് എടുത്തു നായ മൂത്രയിച്ചു. ഒക്കെ ഇവിടെ ഉണ്ടാക്കുകയാണ്. വിറക് ഇതൊക്കെ വെട്ടി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമം. അവരുടെ മാത്രമായിട്ടുള്ളൊരു ലോകം. നെല്ല് ഇവിടെ ഉണ്ടാക്കുന്നു, ഞണ്ടിനെ പിടിക്കുന്നു. ഞണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ താഴെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓ നമ്മൾ ഞങ്ങൾ ഹരിഹർ ഫോർട്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾ ട്രെക്ക് ചെയ്തിരുന്നു, ഞാനും ഷാഫിയും. അപ്പോൾ ഹരിഹർ ഫോർട്ടിനാട്ടിലും വൈബാണ് എന്നാണ് കൽവന്തിൻ ദുർഗ്. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയിട്ട് ഹരിഹർ ഫോർട്ടാണോ കൽവന്തിൻ ദുർഗാണോ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഹരിഹർ ഫോർട്ടിനെക്കാട്ടിലും നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തിയൊരു സന്തോഷം ചിലപ്പോൾ മുകളിലെത്തിയാൽ ഞങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ കൽവന്തിൻ. നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, നമ്മളെ വിട്ടിട്ടൊന്നുമില്ല. നമ്മൾ ഓഫർ ചെയ്തത് നമ്മളെ എല്ലാ സ്ഥലത്തും കാണിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാമല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കും കൊടുക്കും. അതെ, മാഗി ഓഫർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കും. കൽവൻ ദുർഗ് മുകളിൽ എത്തിയ വില ആദിവാസി കോളനിയിൽ നിന്ന് മേലോട്ടുള്ള ട്രക്കിങ്ങാണ്. ട്രക്കിംഗ് ഇങ്ങനെ കയറി വരുന്നതോറും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനത്തെ റെസ്റ്റിംഗ് പ്ലേസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാല് ഒരു കെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ ഭക്ഷണത്തിനൊക്കെ നോർമൽ നമ്മൾ താഴെ കിട്ടുന്ന അതേ റേറ്റ് സാധനങ്ങൾ ഇവിടെ ഇവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളെ ഗൈഡ് റെസ്റ്റിലാണ്. അവൻ കേറാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളെ ഹെഡാണിത്, ടൈല് കയറുന്നതാ. ബാക്കിൽ ഒരാൾ, മുമ്പിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തോട്ടുണ്ടായിരുന്നു. മറ്റോ ബാക്കിലുണ്ട്. ഇത് നമ്മളെ ആളല്ലേ, കുഞ്ഞാപ്പ് പോവാ. ഇനി ചെയ്യണ്ടോ? വാ പിന്നെ വാ ചെയ്യുന്നു. കുഞ്ഞാപ്പ് ഹെഡ് മുകളിൽ കയറണല്ലോ. ആലോചിക്കാം, നമ്മൾ ചാടുന്നുള്ളതാണ്. നമ്മുടെ സ്നേഹിതൻ പിടിക്കാനൊന്നുമില്ല, ജസ്റ്റ് കാലാട്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് വെച്ചിട്ട് മെല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ. നാണാണത്ത് പ്രാന്തൻ. ഹരിഹർ ഫോർട്ടിന്റെ മാതിരിയല്ല, ഹൈറ്റ് ഉള്ള സ്റ്റെപ്പാണ്. ഈ ഒരു ഭാഗം കാണിച്ചു കൊടുക്കും. ഞങ്ങൾ വന്ന വഴികളൊക്കെ
ഇത് നല്ല ഒരു അഭ്യാസം തന്നെ കേട്ടത്. നല്ല കായികക്ഷമത വേണം. ഇതിൻ്റെ റേഷ്യോ ഉണ്ടോ, ഇതിൻ്റെ റേഷ്യോ ഈ സ്റ്റെപ്പിൻ്റെ ചവിട്ട് അടി ആ വീതിയുടെ ഡബിളാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് ഇത് പ്രൊപ്പോർഷൻ അല്ല നമ്മൾ സാധാ ഗോവണീൻ്റെ. അതുകൊണ്ട് മുട്ടിന് നല്ല വർക്ക് വരും. നമ്മളെ ഗൈഡ് മുമ്പ് പോയിട്ടുണ്ട്, ടൈല് വാക്കലുണ്ട്. 5-6 പിടിച്ച് കവറിട്ടാലേ പോകുമ്പോൾ താഴത്ത് കൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷ പൈസ ഇട്ടു കജും കാലും പറിച്ചാ മറ്റേ മാത്രം മതി. ഈ 2 സാധനം അതിന് കണ്ണു പക്ഷെ അത് കടിച്ചിട്ട് ഇരിക്കണം നോക്കണം. ഇരിക്കാൻ സ്വർഗം കാണും. എന്ത് നമ്മളെ മുഹൂർത്തം ഏതാണെന്നറിയോ? കൽവന്തിൻതുർഗിന്റെ പടികൾ കയറാണ്. കൽവന്തിൻതുർഗ് ആ കൽപ്പടവുകൾ ഇവിടെ ഏകദേശം ഒരു പകുതി എത്തി. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾ കയറിയ മറ്റേ സാധനമില്ലേ, എന്താ ഇവര് എല്ലാരും കയറിയ ഹരിയർ ഫോർട്ടില്ലേ, അതേപോലെ എത്തിപ്പള്ളികൾ 3 ആളായത് ഏറ്റവും ബെറ്ററായി. കാരണം ഓട്ടോറിക്ഷയാണ് മിക്ക സ്ഥലത്തും. ഓട്ടോറിക്ഷയാണ് ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട്. കുഞ്ഞാണിനോട് സംസാരിക്കാൻ ഇനി പോരുമ്പോ എന്ത് ചെയ്യാ, 3, 6, 9 പോരണം. കാറിനാണെങ്കിൽ 5. അല്ലെങ്കിൽ പിന്നെ സുമോക്കുള്ള ആളായി വരണം. സുമയിൽ എല്ലായിടത്തും ഇല്ല. ഏതായാലും അടിപൊളിയാണ്. നമുക്ക് ഇവന്റ് ഒക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. ശരി. നമ്മളിങ്ങോട്ട് വന്നപ്പേ അപ്പൊ അപ്പുറത്ത് കാണാൻ തന്നെയാണോ ഫോർട്ട്? അല്ലേ നോക്കാം. ഞങ്ങളുണ്ട്. ഡോണ്ട് വറി. പോലെ എനിക്ക് ബേജാറായി. 2 ആൾ കൂടി വന്ന് അവിടെ നിൽക്കുന്നതാ. പോയില്ലട്ടാ. ഞങ്ങൾക്കറിയാം ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കെയറിങ് ഉണ്ട്. കോട പോകുന്നുണ്ടല്ലേ? അവിടുന്ന് പോയാൽ ഇങ്ങോട്ട് വരാം. യെസ്. എല്ലാം ഇങ്ങോട്ട് വരി. ഞാൻ മനസ്സിലായി. അയ്യാടുണ്ട്. എല്ലാം ഇങ്ങോട്ട് വരി. ഇവിടെ ഉണ്ട്. ഇനി ഇതാ ഈ ഒരു പാറക്കൂട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഹെഡായി കിടക്കുന്നത്. ഇതിനിപ്പോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ക്ലൈമ്പിങ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലാസ്റ്റ് സ്റ്റേജ്. നമുക്ക് ട്രൈ ചെയ്യാം. അല്ലാതെ പ്രശ്നം മോളുണ്ടാവല്ലോ. എങ്ങനെ കയറും? അത് ശരിയല്ല. ഞങ്ങൾ കയറുത്. അത് ശരി. ഈ ഒരു സാധനത്തില്ലേ പ്രത്യേക സാമർത്ഥ്യം. ഞാൻ അത്ര പോയിട്ട് ഈ ഭാഗത്തത് പോണോ? കോട അങ്ങനെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെയിൽ വരുന്നുണ്ട്. വാ, നമ്മളാ ബിൽഡിങ്. നല്ല കാഴ്ചകൾ കേട്ടോ. ഇവിടുന്ന് കോട പോയി ഒന്നും തെളിഞ്ഞതാണ്. അങ്ങനെ കൽവന്തിൻതുർഗ്
ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തി. ഇതാ ഇവിടെ ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടോ, വെന്നിക്കൊടി പാറിച്ചു. ഇവിടെ ശിവാജി മഹാരാജ് ഛത്രപതി ശിവാജിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു ശില്പമാണ്, മനോഹരമായ ശില്പം. അടിപൊളിയായിട്ട് പുഷ്പമൊക്കെ അർച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ കയറി ഇവിടെ പുഷ്പം അർപ്പിച്ച് പോകുന്നുണ്ട്. കൽവന്തുർഗിൻ്റെ മുകളിൽ നിന്ന് പ്രബൽഘട്ടാണ് കാണുന്നത്. അതാ ഈ കൽവന്തുർഗിൻ്റെ താഴെ ഭാഗത്താണ് ഫോർട്ടിൽ നിന്ന്. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഷാഫിയാണ് ഇരിക്കുന്നത്, ക്യാമറമാൻ ഷാഫി. കണ്ടോ നമ്മുടെ ഷാഫി, അതാണ്ടാവും സൂം ചെയ്ത് ഷാഫിനെ കാണിച്ചു. യെസ്, ഷാഫിയാണത്. പ്രബൽഘട്ടിൻ്റെ ദൂരക്കാഴ്ചയാണ് അവിടുന്ന് കാണാൻ ഷാഫിക്ക്. പക്ഷേ നമ്മൾ ഇവിടെ മുകളിൽ നിന്നാണ് കാണുന്നത്. ഉണ്ടോ പ്രബൽഘട്ട് ഇങ്ങനെ മഞ്ഞ് ഒരു ഭാഗം മുഴുവൻ കോട പുതച്ച് കിടക്കുക. ഇതിൻ്റെ ഒരു ഭാഗം ഫുള്ള് നല്ലപ്പോൾ ക്ലിയറാണ്. എന്നിട്ട് താഴോട്ട് ഫുള്ള് താഴെ വരാം. അടിപൊളി. വാ ഷാഫിയേ, ഇതും രണ്ട് ഹില്ലാണ്, അപ്പുറം ഇപ്പുറം രണ്ട് ഗാഡ്സ്. അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു പോർഷനാണ് ഇപ്പം ഷാഫി ഇരിക്കുന്നത്. കൽവന്തിന്ദുർഗിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങുക കേട്ടോ. നല്ല ദൂരക്കാഴ്ചകളാണ്. കോട തൈരച്ച് കയറുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, വഴുക്കലുള്ള പാറക്കെട്ടുകൾ. വാ വാ. ഞാൻ ഷൂവിന് പകരേ ഷോക്സ് ഇട്ടിട്ട് ഈ ഒരു വള്ളിച്ചെരുപ്പിൽ കെട്ടിയത്. അതാകുമ്പോൾ മഴയായാലും നനഞ്ഞാലും പ്രശ്നമല്ല, നല്ലൊരു ഗ്രിപ്പ് കിട്ടും ചെയ്യും. വഴുക്കലുണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റെപ്പുകളാണ്, പിടിച്ചിറങ്ങണം. ഓ, കുറച്ചും കൂടി ചെറിയ സ്റ്റെപ്പ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇറങ്ങുന്നത്, തിരിഞ്ഞിന്ന് ഇറങ്ങുന്നവരൊക്കെ. ഏടാ രണ്ടെണ്ണല്ലേ? നമ്മൾ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അവർ നമ്മളവിടെ മുകളിൽ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ നമ്മളെ കാത്തുന്നു. ബാ 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 ബാ. അതേപോലെ തന്നെയാണ് എനിക്ക് ഇതും കണ്ടിട്ട് തോന്നുന്നത്. അതിലായിരിക്കും എന്തിനാ കൂടുതൽ Tomorrow Devkund waterfall. Devkund? What's best Devkund? Bucket list. How will you go Devkund? कैसे आओ Devkund? कैसे आओ? मंगोन Train. ट्रेन मंगोन से
नहीं ट्रेन जाना है कर्जा से भी खोली हाँ, वहाँ से करना भी करना पड़ेगा वैसे भाई टायरिंग है वो पूरा टायर हो जाएगा पूरा तुम किधर से मुंबई में ओके अच्छा मेरे को किया या भी ट्रक किया रबड़ी भी किया क्या बात है आप सबको किया बोले महाराष्ट्र में कॉल कर दिया एक ये भी करो डाक बिहार ഹരിയർ ഫോർട്ടില് മുംബൈയിലുള്ള തന്നെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരായിട്ട് കുറച്ച് സംസാരിച്ചു. അവരും ഇതേപോലെ അഡ്വഞ്ചറായി ട്രക്ക് ചെയ്ത് മുകളിലെന്തോ കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാ. ഇപ്പോൾ കൽവന്തിൻ ദുർഗ് ട്രക്കിങ് കഴിഞ്ഞ് താഴത്തെത്തിയിട്ട് നമ്മൾ ഇനി അടുത്ത ഈ ഒരു കുന്നും കൂടി കയറാനുണ്ട്. നമ്മൾ ആ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. നല്ല മഴ കേട്ടോ, മഴ, ഫോഗ്. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ ഒരു മരം ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ആനിമൽസ് ഒന്നും വന്നിട്ടേ അവരെ കൃഷിയിടങ്ങൾ ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു.